കയ്യൊപ്പ്. ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിലും തമിഴിലും സമ്മാനിച്ച പ്രശസ്ത സിനിമാ നിർമ്മാതാവാണ് സ്വർഗചിത്ര അപ്പച്ചൻ. അദ്ദേഹം തന്റെ സിനിമാ ജീവിതത്തിലെ വിശേഷങ്ങൾ ഫഹദ് റാസയുമായി പങ്കുവച്ചതിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. വിജയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് തമിഴിൽ വന്ന ഫ്രണ്ട്സ്. അപ്പോൾ അത് വലിയ വിജയമായി. താങ്കൾക്കും അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം താങ്കൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞല്ലോ, ഒരു പുതിയ സിനിമ കൂടി അപ്പച്ചന് ഡേറ്റ് തരാമെന്ന് വിജയ് ഏറ്റിരുന്നു. അങ്ങനെ വന്നതാണ് അഴകിയ തമിഴ് മകൻ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് മലയാളം പോലെ പരിചിതമായിട്ടുള്ളൊരു സിനിമയാണ് അഴകിയ തമിഴ് മകൻ. കാരണം അത്രയും കേരളത്തിലും ഹിറ്റായിരുന്നു. വിജയുണ്ട്, പിന്നെ അതിൽ മികച്ച ഗാനങ്ങളുണ്ട്. AR റഹ്മാനാണ് അതിൻ്റെ സംഗീതം ചെയ്തത്. ആ ഒരു സിനിമ, അതിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? അപ്പോൾ വിജയ് ഈ പിന്നെ ഫ്രണ്ട്സ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വിജയ് എനിക്കൊരു ഡേറ്റ്, എപ്പോൾ വേണം നമ്മൾ പണലാമോ, നിങ്ങൾ ഇതേപോലെ ഒരു സൂപ്പർ ഹിറ്റ് പടം എടുത്തിട്ട് വാങ്ങുമോ, വളരെ ഈസിയാണ്. പിന്നെ ഫ്രണ്ടിലായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിവിടുന്ന് റൺവേ എന്ന് പറയുന്നൊരു പടമുണ്ട്, ദിലീപിൻ്റെ, അതെടുത്തുകൊണ്ട് ഞാൻ കാണിക്കുന്നു. അപ്പോൾ വിജയും വിജയുടെ അച്ഛനും ഞങ്ങളെല്ലാവരും കൂടി ഗുഡ് ലക്ക് തിയേറ്ററിൽ ഇട്ടിട്ട് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ വിജയ് പറഞ്ഞ് ചെറിയ ചെറിയ കറക്ഷനുണ്ട് സാർ, നമ്മൾ എന്നാലും കറക്റ്റ് പണ്ണല, ഒരു തമിഴ് ഡയറക്ടറെ വെക്കലാം. പക്ഷേ SAC പറയുന്നത്, സാർ ഇത് വേണ്ട സാർ, ഇത് വർക്കൗട്ട് ആകാതെ, ഇത് വേണ്ട, അഡമൻ്റായിട്ട് അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും വിജയ് SACയുടെ കൺട്രോളിലാണ്, ഇപ്പോഴത്തെ പോലെയല്ല. അപ്പോൾ അച്ഛൻ്റെ കൺട്രോളിലാണ്. അപ്പോൾ പിന്നെ അത് വിട്ടേച്ചു. കാരണം അതിൽ ചെറിയ കളക്ഷൻ വരുത്തിയാൽ അത് വളയാർ പരമശിവം എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടർ വിജയ് ചെയ്താൽ നിൽക്കും. കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ളതാണ്. എന്താണ് വിജയുടെ അച്ഛൻ ഒട്ടും സമ്മതിക്കുന്നില്ല. ഇറങ്ങി ആ തിയേറ്ററിൻ്റെ ലോബിയിൽ വെച്ച് തന്നെ പുള്ളി അത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാനിങ്ങനെ SN സ്വാമിനെ കൊണ്ടൊരു കഥ പറയിക്കാൻ പോയി, സിദ്ദിഖിനെ കൊണ്ട് വേറെ കഥ പറയിക്കാൻ പോയി, തമിഴ്നാട്ടിലുള്ള മഹാരാജനെ കൊണ്ടൊരു കഥ പറയിച്ചു, SJ സൂര്യനെ കൊണ്ടൊരു കഥ പറയിപ്പിച്ചു. അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് വന്നപ്പോഴും അതും അപ്പൻ ഉടക്കി. അന്നേരം വിജയ് ആദി എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചിട്ട് ആ സിനിമയുടെ കഥയായിട്ട് എന്തോ കുറച്ച് സ്വാമി, അത് നടക്കില്ല. മുത്തുവടു എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു, അയാളെ കൊണ്ടുപോയി 4-5 ഡയറക്ടർമാരെടുത്തു. ഇവിടുന്ന് പിന്നെ സൂപ്പർ ഹിറ്റ് വിജയ്ക്ക് പറ്റിയൊരു റീമേക്കൊന്നും ഇവിടെ കിട്ടിയില്ല. 2002, 2003, 2004, 2005, 2006 ഒരു 5 കൊല്ലം ഇങ്ങനെ അതിൽ 2-3 ആൾക്കാരെയും കൊണ്ട് പോകും. ഇത് പുള്ളിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. വിജയ് എന്നോട് പറഞ്ഞു, സാർ ഞാനേ ഉങ്ങൾക്കൊരു ഡയറക്ടറെ തരാം, ഉങ്ങൾക്കൊരു കഥ പണം, പുതിയ കഥ. സാറ് ചെയ്തു, പുതിയ സിനിമ. ഓക്കെ ആണെന്നില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് ടെൻഷൻ വേണ്ടല്ലോ. അങ്ങനെ വിജയ് ഭരതൻ എന്ന് പറയുന്ന ഒരു തെലുങ്കിലെ റൈറ്ററാണ്. അയാൾ പവൻ കല്യാണിന് ബംഗാരം എന്ന് പറഞ്ഞൊരു സിനിമ എഴുതിയിട്ട് ആ സിനിമയോട് പൊളിഞ്ഞു പോയി. അതിൻ്റെ റൈറ്ററാണ്, വിജയ്ക്ക് പരിചയമുണ്ട്. അയാൾ ഏതൊരു തമിഴ് കഥ കൊണ്ടുവന്ന് ഇയാൾ വിജയ് ഡബിൾ റോൾ അഭിനയിക്കുന്ന കഥ വിജയുടെ അടുത്ത് പറഞ്ഞിരുന്നു. ആ കഥ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വിജയ് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ വിജയ്ക്ക് നല്ല മാർക്കറ്റ്. നമുക്കിപ്പോൾ ആ കഥയും പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലം നീണ്ടു. പിന്നെ വിജയ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സാർ താങ്കൾ പിന്നെ അപ്പുറം പണ്ടലാന്ന് പറഞ്ഞാൽ അതും പോയല്ലോ. നമുക്കിപ്പോൾ ഒരു സിനിമ ചെയ്തുള്ളൊരു ബന്ധം വെച്ചിട്ട് എന്നും ലോകാവസാനം വരെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളായിരിക്കില്ലല്ലോ. പിന്നെ നമുക്ക് ചെയ്യണ്ടേ വേറെ. അപ്പോൾ ഞാനങ്ങനെ പണ്ടലാമെന്ന് പറഞ്ഞാൽ പറഞ്ഞു. അതാണ് പുള്ളി എൻ്റെ ഫ്ലാറ്റിൽ ഇരുന്ന് കഥയൊക്കെ ഇങ്ങനെ സ്ക്രിപ്റ്റൊക്കെ ആക്കി. അതാണ് അഴകിയ തമിഴ് മകൻ എന്ന് പറഞ്ഞ്. വിജയ് പറഞ്ഞൊരു കണ്ടീഷൻ, ശ്രേയ ശരൺ എന്ന് പറയുന്ന ഒരു ഹീറോയിനുണ്ട്, ബോംബെക്കാരിത്തിയാണ് ശ്രേയ ശരൺ, രജനി സാറിൻ്റെ ആ പടത്തിൽ അഭിനയിച്ചതാണ്. അവരായിരിക്കണം നായിക എന്ന് എന്നോട് ആദ്യം പറഞ്ഞു. അപ്പോൾ അവർ നമ്മൾ ബോംബെ നേരത്തെ ബുക്ക് ചെയ്തു. 55 ലക്ഷമാണ് അവരുടെ, 5 ലക്ഷം അഡ്വാൻസ് കൊടുത്ത് അതൊക്കെ ഡേറ്റ് ബ്ലോക്ക് ചെയ്തു. അവരങ്ങനെ വലിയ ഹീറോയുടെ കൂട്ടത്തിലേക്ക് അഭിനയിക്കുള്ളൂ. ശ്രേയ ശരൺ, ശിവാജിയൊക്കെ അഭിനയിച്ചു. ശിവാജിയിലെ പടം, പൂമ്പാവ അമ്പൽ എന്നുള്ള പാട്ടൊക്കെ ഉള്ള ആ ഹീറോയിൻ അന്നേരം ഭയങ്കര മാർക്കറ്റാണ് അവിടെ. അപ്പോഴാണ് പുള്ളി ആദ്യം എന്നോട് പറഞ്ഞ കണ്ടീഷൻ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇന്നത് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വൈകുന്നേരം എന്നെ സാർ വീട്ടിൽ വിളിച്ചിട്ട് ഇപ്പോൾ ക്യാമറമാനും നല്ലൊരു ക്യാമറമാൻ, അത് വിജയ് പറഞ്ഞ ക്യാമറമാനും ഭരതൻ പറഞ്ഞ ക്യാമറമാനും നമുക്കറിയാം, നല്ല പേരുള്ളൊരു ക്യാമറമാനും വെച്ചു. ഷൂട്ടിങ്ങിന് പോകുന്നതിൽ 100% കൺഫേം ആയോ എന്ന് ചോദിച്ചാൽ കൺഫേം ഒക്കെ ആയി, ഏകദേശമായി. എന്നാൽ വിജയുടെ കാര്യമല്ലേ ഈ മ്യൂസിക് ഡയറക്ടർ, അപ്പം എൻ്റെ മനസ്സിൽ ആരെങ്കിലും വെക്കാം എന്നുള്ള രീതി, ഒന്നെങ്കിൽ ഇളയരാജയോ ഒക്കെ സമീപിച്ച് നോക്കാം, അത്രയേ ഉള്ളൂ. നമുക്കൊരു ബഡ്ജറ്റിൽ 10 ലക്ഷത്തിൽ ഒതുങ്ങുന്നൊരു മ്യൂസിക് ഡയറക്ടറെ കിട്ടണം എന്നെല്ലാം പറഞ്ഞു. അപ്പം വിജയ് വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എനിക്കൊരു ചിന്ന ആശയം ഇരിക്കും സാർ. ഞാൻ പറഞ്ഞു, சொல்லுங்க സാർ.
എന്നെ AR റഹ്മാൻ മ്യൂസിക്കിൽ നാട വെക്കലാമാ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, AR റഹ്മാനെ ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിയുടെ സ്വഭാവത്തിന് വിജയിക്കുന്നുണ്ട്. പെട്ടെന്ന് തീരുമാനമെടുത്ത പിന്നെ അയാളെ മാറ്റാൻ കഴിയില്ല. AR റഹ്മാനെ പോയിട്ട് ബുക്ക് ചെയ്തിട്ട് വന്ന് പറഞ്ഞാലേ പിന്നെ അടുത്ത സ്റ്റെപ്പ് മുമ്പോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ അതവിടെ നിൽക്കും. അപ്പോൾ ഞാൻ മനസ്സോടെ തന്നെ വൈകുന്നേരമായില്ലേ നേരെ എൻ്റെ മാനേജരെയും കൂട്ടി AR റഹ്മാൻ്റെ ഓഫീസൊക്കെ അറിയാം നമുക്ക്, വടവളങ്ങി തന്നെ അവിടെ. പുള്ളി ഈ പകലെല്ലാം കിടന്നുറങ്ങിയിട്ട് രാത്രിയിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യനാണ് പുള്ളി അവിടെ. AR റഹ്മാൻ അങ്ങനെയാണ്. വൈകുന്നേരം 6:30 മണിക്കാണ് പുള്ളിയുടെ ബ്രേക്ക്ഫാസ്റ്റ്, വെളുപ്പിന് 4 മണിക്ക് ഡിന്നർ. അതാണ് പുള്ളിയുടെ രീതി. അതിനനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ പോവുക. നൈറ്റ് മുഴുവനും പുള്ളി ഇരുന്ന് റെക്കോർഡിങ്. റഹ്മാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശബ്ദമില്ലാത്ത ഒരു സാധനം കിട്ടും പകലല്ലാതെ, രാത്രിയാകുമ്പോൾ സൈലൻസ് ആണല്ലോ, അങ്ങനെ കിട്ടും. അതാണ് പുള്ളിയുടെ രീതി. പിന്നെ പുള്ളി അധികം വെളിയിലൊക്കെ പോയി നിന്ന ആളല്ല, അപ്പോൾ ആ ഉൾട്ട വേണം. ഇപ്പോൾ റഹ്മാൻ എനിക്ക് ഈ രാംജിറാവ് സ്പീക്കിങ്ങിൽ ഒരു പാട്ട് ചെയ്യാൻ വേണ്ടി അന്ന് കീബോർഡ് ഇറങ്ങിയ സമയത്താണ് കോതണ്ടപാണി സ്റ്റുഡിയോയിൽ 1000 കീനാക്കളാൽ കുരുന്നുകൂട് കൂട്ടിരുന്ന് എന്നുള്ളൊരു പാട്ടുണ്ട്. അത് അന്ന് കീബോർഡിൽ എസ് ബാലകൃഷ്ണൻ ആണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. അതെ, അതിൽ റഹ്മാൻ ഉണ്ടായിരുന്നോ? റഹ്മാൻ കീബോർഡ് വന്നപ്പോൾ കീബോർഡ് വാങ്ങിക്കാൻ വന്ന ആളാണ്. അന്ന് റഹ്മാനല്ല, അന്ന് ദിലീപ് എന്നാണ് റഹ്മാൻ. ഓർക്കസ്ട്രയ്ക്ക് പകരം കീബോർഡ് ഉണ്ടെങ്കിൽ കുറേ ഓർക്കസ്ട്ര കുറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു ഈ മ്യൂസിക് ഡയറക്ടർ സോങ് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ എസ് ബാലകൃഷ്ണൻ സംഗീത സംവിധായകൻ നിർദ്ദേശിച്ചതാണ് റഹ്മാനെ വിളിക്കാം. ഒരു ദിലീപ് എന്ന് പറഞ്ഞൊരു പയ്യനെടുക്കും സാർ, അവരെ കൂപ്പിട്ടാൽ നമുക്ക് കൊഞ്ചം കോസ്റ്റ് കമ്മിയായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഈ കോതണ്ടപാണി ഈ സ്റ്റുഡിയോയിൽ 229 കോൾ ഷീറ്റാണ്. അപ്പോൾ ഞങ്ങളൊരു പോയി 3 മണിയായപ്പോൾ ഉണ്ട് ഈ ദിലീപ്, ചെറിയ പയ്യൻ, ഈ വിജയുടെ കാര്യം പറഞ്ഞാൽ ഒരു കീബോർഡുമായിട്ട് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങണോ. പുള്ളി അവിടെ വന്ന് ഈ എസ് ബാലകൃഷ്ണൻ പറയുന്ന മ്യൂസിക് ഡയറക്ടർ പറയുന്ന പോലെ സോങ്ങിനൊക്കെ ഒരു 3 മണിക്ക് വന്നിട്ട് 7 മണിയായപ്പോഴത്തേക്കും പുള്ളിയുടെ പണി തീർത്ത് പോയി. പോകുന്ന നേരത്ത് പുള്ളിക്ക് 3000 രൂപ കൊടുക്കാൻ പറഞ്ഞു എന്നോട്. 3000 രൂപ ഈ AR റഹ്മാൻ്റെ കയ്യിൽ കൊടുത്തു. അതിൻ്റെ പൈസയാണ് 3000 രൂപ. 3000 രൂപ കൊടുത്ത് അയാളെ വലിയ ബഹുമാനത്തിന് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പിന്നെയാണ് ഈ പുള്ളി റോജ വരുന്നതും അള്ളാരഖ എന്നുള്ള AR റഹ്മാൻ ഒരു സ്വാമി പറഞ്ഞിട്ട് മറ്റേ മതം മാറുന്നത്, അങ്ങനെ പുള്ളിയെ വരുന്നത് AR റഹ്മാൻ. താങ്കളുടെ അടുത്ത് അന്ന് വന്നിരുന്നു ഈ പയ്യൻ എന്നുള്ളത് താങ്കൾക്ക് ഓർമ്മയുണ്ട്? എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ റഹ്മാൻ ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ സ്വാമി എന്ന് പറയുന്ന ഒരു മാനേജറാണ്. സ്വാമിനെ വിളിച്ച് അപ്പോയിൻ്റ് മേടിച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ പോയി ഇരിക്കുമ്പോൾ ഉണ്ട് സ്വാമി പറഞ്ഞിട്ട് കുറേ നേരം ഒരു 10 രൂപ റിസപ്ഷനിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് ഓടി പുറകെ കിടന്ന് സാറെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നല്ല ത്രില്ലടിച്ച് ഒരു നിക്കറൊക്കെ ഇട്ട് ബർമൂടൊക്കെ ഇട്ട് ഇങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുക നല്ല ഇതിൽ. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ കയ്യിൽ പോകും സാർ ഞാൻ ഓർക്കാം എന്നൊക്കെ തിരുത്തരുന്ന പുള്ളി വർത്താനം വന്നത്. അപ്പോൾ ചോദിച്ചു സ്വാമിയോട് കോഫി കൊടുത്താൽ ചെക്കി കൊടുത്തോന്ന് ചോദിച്ചു. കോഫി കിട്ടി എന്നൊക്കെ പറഞ്ഞു. കോഫിയെ കൊണ്ടു തന്നു. ശരി ഇരുന്നു എന്നാ സമയം ചൊല്ലുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ ഒരു തമിഴ് പടം ഇങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ട്സ് എല്ലാമേ തിരിയും ഫ്രണ്ട്സ് പടം പണി. അപ്പോൾ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ ബയോഡേറ്റൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഫ്രണ്ട്സ് പടം ചെയ്തതാണ്, ഇന്നയാളെ മലയാളത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്, ചന്ദ്രമുഖി ചെയ്തിട്ടുണ്ട്, ആ വിവരങ്ങളൊക്കെ പുള്ളി മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ എല്ലാമേ തിരിയും, ഒന്നും പേശ വേണ്ട. പുള്ളി മാറ്റർ പറയാനാണ് പുള്ളി പറയണത്. പുള്ളി ഒരു 5 മിനിറ്റൊക്കെ എനിക്ക് തരാനുള്ള ഉദ്ദേശമുള്ളൂ എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. പുള്ളി ഇങ്ങനെ ധൃതി പിടിച്ച് നിൽക്കുക കാര്യം പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഒരു വിജയനെ വെച്ചിട്ടൊരു തമിഴ് പടം പെണ്ണുണ്ട്, അതിൽ സാറ് മ്യൂസിക് പെണ്ണണമെന്നൊരു ആശയം ഇருக்கு വിജയ്ക്ക്. എനിക്കൊരു അയ്യോ തമിഴ് പടത്തിലാണ് എടുത്ത വാരി ചോദിക്കുക, എന്നോട് സാലറി உங்களுக்கு താങ്ങാൻ മുടിയുമാ? 2 കോടിയാണ് വാങ്ങുന്നത് ശമ്പളം ഒരു പാട്ടിന്. നമ്മുടെ ബഡ്ജറ്റ് 10 ലക്ഷമാണ്. നമ്മളിപ്പോൾ വിജയുടെ പടത്തിന് ഞാൻ മനസ്സിൽ വെച്ചിരിക്കുന്നത് 10 ലക്ഷം. ഇളരാജ ആണെങ്കിൽ പരമാവധി 10 ലക്ഷം കൊടുത്താൽ മതി. അതിൽ വലിയ എക്സ്പെൻസോ കാര്യങ്ങളൊന്നും വരില്ല. റഹ്മാൻ അങ്ങനെയല്ല. റഹ്മാൻ ശമ്പളം കൂടാതെ റെക്കോർഡിംഗ് കോസ്റ്റ് ഭയങ്കരമായിരിക്കും. പിന്നെ ഈ പറയുന്ന 2 കോടിയുടെ മുകളിൽ വരും. അതിനുമേൽ റെക്കോർഡിംഗ് കോസ്റ്റ് വരില്ലേ? എത്രയാണ് പുള്ളി പതുക്കെയല്ലേ പാട്ടുണ്ടാക്കുക. രാജാ സാർ രാവിലെ 7 to 2 ഒരു പാട്ട് റെക്കോർഡ് ചെയ്യും. 2 to 9 പാട്ട് ചെയ്യും. ഞാൻ ഓർക്കുന്നുണ്ട് മറ്റേ വർഷം 16 ഒരു ദിവസം 2 പാട്ടാണ് സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി തീർത്തിട്ട് വയനാളം മതി. പുള്ളി ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ആൾ. ഈ ചങ്ങാതെങ്കിലും ഒരു പാട്ട് ചിലപ്പോൾ 10-20 ദിവസമൊക്കെ എടുത്തിരിക്കും. കോസ്റ്റ് ഇങ്ങനെ കൂടി പോകില്ല. ഒക്കെ നമ്മൾ കൊടുക്കണ്ടേ, സ്റ്റുഡിയോ റെൻ്റ്, ആർട്ടിസ്റ്റിൻ്റെ എല്ലാം കൊടുക്കണ്ടേ. എന്നെ താങ്ങാൻ മുടിയുമോ എന്ന് പുള്ളി എടുത്ത് വയലേ ചോദിച്ചാൽ സാറിൻ്റെ. അപ്പോൾ ഞാൻ സാർ തമിഴ് ഞാൻ ശങ്കർ സാർക്കും മണിരത്ന സാർക്കും മറ്റന്നാൻ പണ്ണു, വേറെ ആർക്കും പണ്ണ മാട്ടേന്ന്. ആകെ അവർക്ക് വേണ്ടിയാണ് ശങ്കറിന് മണിന് വേറെ ആർക്കും പുള്ളി ചെയ്യാറ്. കാരണം അവർക്ക് ബഡ്ജറ്റ് പുള്ളിക്ക് താങ്ങാൻ പറ്റുള്ളൂ. അതും ബഡ്ജറ്റ് എന്നാന്ന് അറിയത്തില്ല. അപ്പോൾ പുള്ളിക്ക് എന്നെ ഉപേക്ഷിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ കൊഞ്ചം കമ്മി പണി ഒരു പടം പറ്റുന്ന പണം. അപ്പോൾ ഡയറക്ടർ ഭരത് എന്ന് പറയുന്ന പുതിയ ഡയറക്ടർ ഒരു വാല്യൂ. അപ്പോൾ ഇദ്ദേഹത്തിനുണ്ട് ഒരു പാട്ട് നല്ലപോലെ കൊടുത്താൽ നല്ലപോലെ പിക്ചറൈസ് ചെയ്യണം പൈസ എറിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതും പറ്റില്ല. അല്ലെങ്കിൽ പാട്ട് കീഴെ പോകും. ഒരു പാട്ട് മ്യൂസിക് ഡയറക്ടർ പ്രത്യേകിച്ച് റഹ്മാനൊക്കെ കമ്പോസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ പിക്ചറൈസ് ചെയ്തിട്ട് ഹിറ്റാക്കണം.
വൺസ് എ വീക്സ് വേണം സാർ പണം എന്ന് പറഞ്ഞു. കാരണം ഞാൻ അങ്ങനെ ചോദിച്ചതല്ലേ, അപ്പോൾ ചോദിച്ചപ്പോൾ പറ്റില്ല എന്നുള്ള കാരണം പുള്ളി മ്യൂസിക് ഡയറക്ടർ ആകുകയാണല്ലോ. പിന്നെ നമ്മൾ ഒരു പഴയൊരു പരിചയം കിടപ്പുണ്ടല്ലോ. പിന്നെ പുള്ളിയുടെ ലെവലിൽ എത്തിയപ്പോൾ നമ്മളിങ്ങനെ കൈകൂപ്പി ഒന്ന് ചോദിക്കല്ലേ, അപ്പം തൊഴിലിനല്ലേ ചോദിക്കുന്നത്. വൺസ് എ വീക്സ് വേണം സാർ. ഏതൊരു കൊഞ്ചം കൂടി കമ്മി പണ്ടലാമാ പുള്ളി എടുത്ത വായിൽ പറഞ്ഞു, എനിക്ക് നാളേക്ക് 25 അഡ്വാൻസ് കൊടുത്തിട്ട് 75 വീക്സ് വേണം എന്ന് പറഞ്ഞു എടുത്ത വായിൽ. ഓക്കെ സാർ. പിറ്റേ ദിവസം ഞാൻ കൊണ്ട് 25 കൊടുത്തു. അപ്പോൾ പുള്ളിയുടെ വീട് പണി അപ്പുറം നടന്നുകൊണ്ടിരിക്കുക ഞാൻ കണ്ടു. പുള്ളിയുടെ ഇങ്ങോട്ട് വരുമ്പോൾ പുള്ളി എന്നോടും പറഞ്ഞു ഹൗസ് വർക്ക് നടന്നിട്ടിருக்கு, അപ്പോൾ നാളെ എനിക്ക് പേയ്മെൻറ്റ് 20. വളരെ ഫ്രണ്ട്ലിയായി കഴിഞ്ഞു ഒറ്റ സാധനം. അങ്ങനെ കൊടുത്തു. ഞാൻ ഓടി പിറ്റേ ദിവസം വിജയുടെ അടുത്ത് വന്നു. അപ്പോൾ പുള്ളിക്ക് ഹാപ്പി ആയാലും പുള്ളിക്കൊരു സംശയം ഉണ്ടോയെന്ന് എനിക്ക് ചിലപ്പോൾ സംശയം വന്നായിരിക്കാവേ. അദ്ദേഹത്തിന് സംശയം എന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടോയെന്ന് എനിക്കൊരു സംശയം വന്നു എന്തായാലും. അപ്പോൾ പുള്ളി എന്നോട് നമ്മൾ റഹ്മാൻ സാർ കൂടെ ഒരു ഫോട്ടോ എടുക്കലാമോ? അതൊരു തെളിവിന് വേണ്ടിയാണോ? അങ്ങനെ ആയിരിക്കണമെന്നില്ല, അനൗൺസ് ചെയ്യണ്ടേ. അതെ അതെ. വിജയുടെ ഹീറോയ്ക്ക് എ റഹ്മാൻ മ്യൂസിക്കാണ് എൻ്റെ അടുത്ത പടത്ത് വന്ന് അനൗൺസ് ചെയ്യണമെങ്കിൽ ഫോട്ടോ വേണ്ടേ. പടം ഉറപ്പിച്ചല്ലോ, പിന്നെ മാറാൻ പാടില്ലല്ലോ. പിന്നെ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ചോദിക്കാനാണോ എന്നുള്ള സംശയം എനിക്ക് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സെങ്ങനെയാണ് ഞാൻ വായിക്കുക. അദ്ദേഹം നല്ല ഉദ്ദേശമാണ്. ഞാൻ അന്നേരം തന്നെ വിളിച്ചപ്പോൾ നാളേക്ക് വാങ്ങോ സാറേ, നാളേക്ക് ഈവനിങ് വാങ്ങാം. വിജയ സമയത്ത് ഞാൻ പോയി റഹ്മാനോടെ ഉണ്ട്. ഞങ്ങൾ ആദ്യം വിജയും റഹ്മാനോടെ ഫോട്ടോ എടുത്തു. ഞങ്ങൾ 3 പേരും എടുത്തു. ഇത് വളരെ സന്തോഷമായി. ഒക്കെ കൊടുത്തിട്ട് പോന്നു. അത് കഴിഞ്ഞാൽ അപ്പോൾ ഉറച്ചല്ലോ, റഹ്മാനെ ശമ്പളം കൊടുത്തതാണല്ലോ, അനൗൺസ് ചെയ്തു. ഹാപ്പിയായി. പിന്നെ പറഞ്ഞ ഡേറ്റിലും ഷൂട്ടിംഗ് പോയി. അപ്പോൾ റഹ്മാൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. സിറ്റുവേഷനൊക്കെ ഭരതൻ ഇങ്ങനെ വന്ന് പറഞ്ഞു. സോങ് സിറ്റുവേഷൻ കഥയുടെ ചെറിയൊരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അവരെ ഉണ്ടാക്കണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ താങ്കൾ ഇരിക്കുമോ? ഇരിക്കൂല, ഒറ്റ ആളെ കയറ്റൂല, ഡയറക്ടറെ കയറ്റൂല. ഇടരാജയുടെ പോലെ ഇടരാജയുടെ കൂട്ടത്തിൽ നമുക്ക് പോയിട്ട് ആ കൂട്ടത്തിൽ പുള്ളിയുടെ ഇരിക്കുന്ന കസേരയുടെ പുറകെ പോയിട്ട് അവിടെ ഇരിക്കുക, ആ ക്യാബിനൊക്കെ കയറിയിരിക്കുക. അതുപോലെ ഒരു പരിപാടി നടക്കില്ല. വിസിറ്റേഴ്സ് ഇരിക്കുന്ന അവിടെ പോയിരിക്കുമ്പോൾ റഹ്മാൻ ഇറങ്ങി വരിക എന്നല്ലാണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ വിസിറ്റേഴ്സ് ഇരിക്കുന്നിടത്ത് പോയിട്ട് ഭരതൻ ഡയറക്ടറാണല്ലോ ഇഴകുന്നത്, കഥ പറഞ്ഞു. കഥ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ഉണ്ട്. ഇന്ന ഒരു 6 സോങ് ഉണ്ട്, ആ സിറ്റുവേഷൻ മാത്രം, ബാക്കിയൊക്കെ അവരുണ്ടാക്കുക. പിന്നെ ഓരോ പാട്ടിന് ആര് ലിറിക്സ് റൈറ്റ് വേണമെന്നുള്ളതൊക്കെ റഹ്മാൻ തീരുമാനിക്കുക. പാട്ട് ഇതൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടൊക്കെ തീരുമാനിക്കും. പിന്നെ ഫസ്റ്റ് ഡിസ്കഷനിൽ പറയും ആ പാട്ട് ഇന്നയാൾ പാടിയാൽ കൊള്ളാം, അപ്പോൾ റഹ്മാൻ ഒത്തു വരും. ഡയറക്ടറോടൊന്ന് ചോദിക്കും. അതൊക്കെ ഫസ്റ്റ് മീറ്റിങ്ങിൽ മാത്രം. അപ്പോൾ ഈ വർക്ക് തീർന്ന് CD കയ്യിൽ തരും. വർക്ക് തീർന്ന് CD. അതിനിടയ്ക്ക് നമ്മുടെ ഓഫീസിൽ വിളിക്കും. സ്റ്റാഫ് പോയിട്ട് ഡെയിലി 1 ലക്ഷം, 50,000, 2 ലക്ഷം, 35,000, 60,000 ഡെയിലി എക്സ്പെൻസ് അവിടെ കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് CD കേൾക്കാൻ നേരത്ത് മാത്രം പ്രൊഡ്യൂസറും ഡയറക്ടറും വിളിച്ചിട്ട് CD കേൾപ്പിക്കും, കൈ തരും, പൊക്കളാനും പറയും. അപ്പോൾ കറക്ഷൻ ഉണ്ടെങ്കിൽ പരിപാടിയില്ല, കറക്ഷൻ ഇല്ലാന്നാ തരുക. കറക്ഷൻ്റെ പരിപാടിയില്ല, അതാണ് അയാൾ തരുന്നത്. അങ്ങനെ ആദ്യം മധുരയ്ക്ക് പോകാതെടി എന്ന് പറയുന്ന പാട്ടാണ് പുള്ളി അഡ്വൈറ്റ് സോങ്, അത് എടുത്തു തന്നു. അത് ഷൂട്ടിംഗ് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ വിജയുടെ അടുത്ത് കൊണ്ട് CD കൊടുത്ത് വിജയ് ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, നല്ല പാട്ടാണ്, നന്നായിട്ട് വരുമെന്ന്. അപ്പോൾ വിജയ് നല്ല ത്രില്ലില്ല. പിന്നെ വിജയ് എപ്പോഴും എന്നോട് ചോദിക്കും, സാർ എന്താ ഓപ്പണിംഗ് സോങ് ഒന്ന് റെഡി പണസല്ലോ, ഓപ്പണിംഗ് സോങ് എന്ന്. അപ്പോൾ ഞാൻ റഹ്മാൻ്റെ അടുത്ത്, സാർ അടുത്ത പാട്ട് ഓപ്പണിംഗ് സോങ് എന്ന് കിട്ടിയാൽ നല്ലതായിരുന്നു, നമുക്ക് അങ്ങനെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പണ്ടലാമേ അത് ഞാൻ പണിട്ടിருக்கு എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് ഓപ്പണിംഗ് സോങ് എന്ന് പറഞ്ഞ് ഇട്ടിട്ടൊരു പാട്ട് കേൾപ്പിച്ചു സ്റ്റുഡിയോയിലിട്ട്. അപ്പോൾ പാട്ടൊരു സ്ലോ പാട്ടാണ്. വിജയ് വരുമോ അതിൻ്റെ കൂടെ? വരികയില്ല. CD കൊണ്ട് നമുക്ക് വിജയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. വിജയ് കേട്ടിട്ടാണ് നോക്കുക പറയാം. ഒരു സ്ലോ സോങ്ങാണ്, ഒരു ക്ലാസിക്കൽ സോങ്ങാണ്. അപ്പോൾ വിജയ് ഞാൻ സോങ്ങായിട്ട് വരുമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പാട്ട് കേട്ടിട്ട് വിജയ് കരഞ്ഞിട്ടില്ല, ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ പുള്ളി വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പാട്ടാണ് അത്. ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, പുള്ളിയുടെ എല്ലാ മൂഡും പോയി. താങ്കൾക്ക് ഇഷ്ടമായിരുന്നോ പാട്ട്? എനിക്ക് അന്നേരം എൻ്റെ മനസ്സ് ഇഷ്ടമെന്നോ ഇഷ്ടക്കേടെന്നോ ഒന്നും പറയാൻ പറ്റില്ല. റഹ്മാൻ എന്ന പാട്ടാണെങ്കിൽ ഞാനൊരു അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു എന്നല്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ വിജയ് പറഞ്ഞപ്പോൾ എനിക്ക് തീരെ ഇഷ്ടം. വിജയ് പറഞ്ഞ് 5 പൈസയ്ക്ക് പോലും ഈ സാധനം ഇല്ല എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. ഈ CD പുള്ളി കേട്ടിട്ട് ഇങ്ങോട്ട് എറിഞ്ഞിടുന്ന പോലെ. മറ്റേ ചെന്ന് സാർ കോഫി ഷോപ്പിട്ട് പറഞ്ഞു, അകത്ത് വിളിച്ചിട്ട് പുള്ളിയുടെ ഭാര്യ സംഗീത സ്വീറ്റും കോഫിയൊക്കെ കൊണ്ടും തരും, ചൂടുവെള്ളമൊക്കെ. ഇവിടെ ചായയില്ല, കാപ്പിയില്ല. അയാൾ ദേഷ്യപ്പെട്ട് മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. ഞാനിങ്ങനെ വരാന്തയിൽ ഇതും പിടിച്ച് നിസ്സഹനായിട്ട് നിൽക്കുക, എന്ത് ചെയ്യും ദൈവമേ. അതെല്ലാം പുള്ളി അകത്തേക്ക് പോയിട്ട് ഞാനിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ എന്നോട് പൊക്കോളാൻ പറയാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വന്നു. സാർ അത് ശരി വരാം, സുത്തமாக പിടിക്കില്ല സാർ. എന്നിട്ട് പിന്നെ തലയാട്ടിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വെറുതെ എനിക്കിന്ന് പോകണമല്ലോ, സന്തോഷിപ്പിക്കണ്ടേ. എന്നോട് സാർ അത് ചേഞ്ച് പണി വാങ്ങ, இந்த സോങ് മറുപടിയും റെക്കോർഡ് പണി വേറെ സോങ് വാങ്ങലാം, അങ്ങനെയാണോ ഉദ്ദേശിച്ചത് എന്നോട് ചോദിച്ചു. ആമാ സാർ, നടന്നത് തന്നെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് മുഖമാക്കി പുള്ളി കയറിപ്പോയി. പുള്ളി പിന്നെ കയറി ഇറങ്ങി വരികയെന്ന് ഇറങ്ങി. ഞാൻ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പിന്നെ എനിക്കും ഭയങ്കര വിഷമമായിപ്പോയി.
പെട്ടെന്ന് ചാടി വണ്ടി കയറി നേരെ വണ്ടി വിട്ട്, സ്വാമി ഞാൻ വരുന്നുണ്ട്, സാറിനെ ഒന്ന് കാണാൻ അനുവദിക്കണം, സാറിനോട് പറയണം എനിക്കൊന്ന് കാണാൻ പറഞ്ഞത്. സ്വാമിനെ വിളിച്ചു നേരെ ഇവിടെ റഹ്മാൻ്റെ വീട്ടിലേക്ക്. വിസിറ്റേഴ്സിലേക്ക് കയറിയപ്പോഴത്തേക്കും ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ട് സ്വാമി എന്തോ അകത്ത് പോയി പറഞ്ഞിട്ട് റഹ്മാൻ്റെ കവളൊക്കെ തൊടുത്തിട്ട് റഹ്മാൻ ഇങ്ങനെ അങ്ങോട്ട് കയറി വരുന്നു. എന്നാ ഞാൻ പറഞ്ഞു സാർ ഇത് ഹീറോക്ക് പിടിക്കലേ, അവർക്ക് സുത്തமாக പിടിക്കൽ, ഹീറോക്ക് പിടിക്കലേ വാ എന്നോട് ആ സാർ ഹീറോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു സാറ് എനക്കും പിടിക്കലേ. നമ്മൾ പിന്നെ പുള്ളിയേക്കാളും കുറച്ച് സീനിയർ ആളാണ്, പുള്ളിയൊന്നും ദേഷ്യപ്പെട്ടു എന്നോട് ദേഷ്യപ്പെട്ടില്ല. പക്ഷേ സ്വാമി ഇങ്ങനെ എൻ്റെ പുറകിൽ നിന്ന് സ്വാമിയുടെ മുഖത്തേക്ക് റഹ്മാൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പല്ല് കടിക്കുന്നുണ്ട്. ഇത് വേണ്ടാത്ത പരിപാടിയാണ്. ഇപ്പോൾ ഈ വയ്യാവേലിക്കുന്ന സോങ് ഞാൻ ഏക്കണ്ടായിരുന്നൊക്കെ പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ ഓടുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ പറയാം അവർ ഡപ്പാങ്കൂത്തുമാരി എന്നാൽ പണ്ണ മുടിയാത്. സ്വാമി വാലി സാറെ കൊഞ്ചം കൂപ്പിട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു വാലി സാറെ കൊഞ്ചം കൂപ്പിട്. വാലി എന്ന് പറയുന്ന റൈറ്റർ, ആ മണിച്ചത്താൾ ഒരു മുறை വന്ന് പാത്തായൊക്കെ എഴുതി എനിക്ക് പരിചയമുണ്ട്. നല്ല മുറുക്കി ചോമ്പിച്ച് തൂവെള്ള താടിയൊക്കെ ഇട്ടിട്ട് നല്ല തൂവെള്ള ഒരു മനുഷ്യൻ. വാലി സാറെ കൂപ്പിട്. പുള്ളി അപ്പുറം മാറി ഈ ഫോണിൽ ഇങ്ങനെ പറയുന്നുണ്ട്, அது சுத்தமாக அவருக்கு பிடிக்க வேண்டாம், மறுபடியும் மாற்றி பண்ண சொல்கிறாரு, என்னால் இனி ஒரு பாட்டு ஒரு சாங் பண்ண முடியாது சார், நீங்கள் ஏதோ ஒரு பொயட்ரி ஏதோ கவிதை மாதிரி ஏதோ ஒன்று எழுதி கொடுத்துட்டு அந்த സിറ്റുവേഷൻ കേട്ടിട്ട് ഓപ്പണിംഗ് എന്നാലേ മുടിയാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പാടുന്നത് റഹ്മാന് മാത്രം ഇഷ്ടമാണ്, എഴുതുന്നത് മാത്രം ലിറിക്സ് റൈറ്റർ മാത്രം ഒന്ന് ഡയറക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യും. ആര് ഈ പാട്ട് പാടണമെന്ന് ഒരു ഡയറക്ടറായിട്ട് ചോദിക്കില്ല, ഒരു പ്രൊഡ്യൂസർ ചോദിക്കില്ല, റഹ്മാൻ മാത്രം. ചിലപ്പോൾ റഹ്മാനായിട്ട് പാടും, അല്ലെങ്കിൽ റഹ്മാൻ പിടിച്ച ചിത്രം പാടണോ ശ്രേയ ഗോയൽ പാടണോ റഹ്മാനെ തീരുമാനിക്കാം. റഹ്മാൻ്റെ പാട്ട് ആര് പാടണം റഹ്മാൻ മാത്രമേ തീരുമാനിക്കുള്ളൂ. റൈറ്റർക്കൊന്നും അതിൽ ഒതുമൊന്നുമില്ല. റൈറ്റർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റർ ആരാന്നുള്ളൊരു കൺസൾട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അപ്പം അത് കഴിഞ്ഞ് റഹ്മാൻ എന്തോ പറഞ്ഞിട്ട് ഫോൺ വിട്ട് അയാൾ എന്നെ നോക്കി പോലുമില്ല, പുള്ളി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ സ്വാമീൻ്റെ അടുത്ത് വന്നു, സാർ കാലയിൽ നമ്മൾ വാലി സാർ വീട്ടിലേക്ക് പോകണം, സാർ അവർക്കിട്ട് പേശിർക്ക് വാലി സാർ പോയി പാത്താ അവരത് ഗാനം വാങ്ങി വരണം, വാലി സാർക്കിട്ട് പോയി നമ്മൾ പാക്കണം, നിങ്ങൾ വരണം വന്ന് പറഞ്ഞു. ഞാൻ വരാം സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നാൽ ഞാൻ 10 മണിക്ക് സ്വാമി നമുക്ക് ഒന്നിച്ചു പോകാം, അപ്പോൾ നീ വരുമ്പോൾ ഒരു വള്ളാക്കി കാശ് കയ്യിലെടുത്തേക്കൊന്നും പറഞ്ഞു. വാലി സാറിന് പൈസ കൊടുക്കും. വാലി സാറിന് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് പൈസ മേശപ്പുറത്ത് വെച്ചാൽ പുള്ളി ഒന്നും നോക്കുന്നില്ല, അതേപോലെ പുള്ളി ആ ട്രോയിലേക്ക് വലിച്ചു പുള്ളി. അപ്പോൾ വാലി സാർ പറഞ്ഞു, തമ്പി നേരത്തെ സൊന്നെ എന്നെക്കിட்ட സൊന്നെ ഞാൻ ഏതോ ഒന്ന് ട്രൈ പണിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ വലിയ ബഹുമാനം കാണിച്ചു, സാർ ഒരു മുറേ വന്ന് പാത്താൽ എല്ലാം പെരി കിട്ടും, തെരിയും നീ അന്നേക്ക് പാത്തല്ല എന്നൊക്കെ അത്ര മാത്രമേ ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി ഇതെല്ലാം 2 വാക്കെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. ഷൂട്ടിങ് ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞു, പിറ്റേ ദിവസം പറഞ്ഞു വിജയ് ഞാൻ ഇന്നലെ പോയി പറഞ്ഞിട്ടുണ്ട്, പുള്ളി മാറ്റി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാറ്റി ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴും വിജയ്ക്ക് സന്തോഷമൊന്നും വന്നില്ല. അയാൾ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, ഇനി എന്തെങ്കിലും ആട്ടെ എന്നുള്ള രീതിയിൽ പുള്ളി ചിലപ്പോൾ മാറ്റി ചെയ്താലും നല്ലൊരു സോങ് കിടക്കണമെന്നില്ലല്ലോ. 10-15 ദിവസം കഴിയുമ്പോൾ പുള്ളിയോട് ചോദിക്കും ഓപ്പണിംഗ് സോങ് എന്നേക്ക് കിടക്കും. സാർ അവർ റെഡി പണിയിട്ട് ഓക്കെ അങ്ങനെ 2 പ്രാവശ്യം കഴിച്ചു. ഒരു ദിവസം ഞാൻ സ്വാമിയോട് ഇങ്ങനെ ചോദിച്ചു, സ്വാമി ഓപ്പണിങ് അത് ഞാൻ പണിയിട്ട് ഇരിക്കും. അപ്പോൾ ഡെയിലി ഇങ്ങനെ കുറേ കാശ് ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഞാനുമായിട്ട് സംബന്ധമില്ല, എൻ്റെ മാനേജർ കൊണ്ട് കൊടുത്തോണം. അതില്ലെങ്കിൽ റെക്കോർഡിങ്ങിൽ നിന്ന് പോകും, ഷൂട്ടിങ്ങിൽ നിന്ന് പോകും. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ പൈസ ഇങ്ങനെ പമ്പ് ചെയ്യണം തമിഴ് പടത്തിന്. നമ്മൾ ഇവിടുത്തെ പോലെയല്ല, കടം പറയുന്ന പരിപാടിയില്ല. കടം പറഞ്ഞാൽ പിറ്റേ ദിവസം ഉടമ്പ് ശരിയല്ല എന്ന് പറഞ്ഞാൽ ആരും വരികയല്ല, അത് കുഴപ്പമാണ്. ഒരു ദിവസം സ്വാമി പറഞ്ഞു നിങ്ങളോട് വര ചൊല്ലിയിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ 7 മണിക്ക് പോയി. ഞാൻ ചെന്നൊന്നും പറഞ്ഞപ്പോൾ തിയേറ്ററിലേക്ക് വരാൻ പറഞ്ഞു. സ്വാമി പുറത്ത് നിൽക്കുക, എന്നെ അത് റഹ്മാൻ ഇതൊക്കെ വെച്ചിട്ട് ഇയർഫോണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ താളം പിടിച്ചാൽ ഇരിപ്പുണ്ട്. ഞാൻ ഇങ്ങനെ ചെന്ന് വിഷ് ചെയ്തിട്ട് കുറങ്ങോ എന്ന് പറഞ്ഞു. ഈ CD എടുത്തിട്ടിട്ട് ഇട്ടു. ഈ പാട്ട് ചോദിച്ചു, എല്ലാ പുകഴും ഒരുവനൊക്കെ നീ നദി പോലെ ഓടിക്കൊണ്ടിരുന്നുള്ള ഈ പാട്ട്. അത് റഹ്മാൻ പാടിയിരിക്കുന്ന പാട്ടാണ്. നല്ല ഫുൾ വോളിയത്തിൽ നല്ല ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് തിയേറ്ററല്ലേ, എല്ലാ ഇൻസ്ട്രുമെൻറ്റും ഇങ്ങനെ ചെവിയിലേക്ക് അടിച്ചു കയറുകയാണല്ലോ. റഹ്മാൻ ഇങ്ങനെ അവസാനത്തെ ചരണമൊക്കെ നല്ല ചങ്ക് പറിച്ച് പാടിക്കുന്നത്. പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കണ്ണിൽ കൂടെ അങ്ങനെ ആനന്ദക്കണ്ണീർ വന്നു. അപ്പോൾ റഹ്മാൻ എൻ്റെ മുഖത്തേക്ക് ഞാൻ കൈ ഓഫീസ് സാർ നല്ല ഇറക്കുന്നു. CD എടുത്ത് അപ്പളേ CD എടുത്തിട്ട് ഓക്കെ. പിന്നെ പുള്ളി വർത്താനമൊന്നുമില്ല. നേരെ അന്നേരം നിർത്താണ്ട് ഞാൻ വിജയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വിജയ് അതേപോലെ CD എടുത്ത് പുള്ളിയുടെ ബ്ലാക്ക് SUV ഡ്രൈവർ സീറ്റിൽ ഇറങ്ങി ഞാനിപ്പോൾ ഇരിക്കുന്ന പാട്ട് ഫുള്ള് കേട്ടു. നല്ല വോളിയത്തിലിട്ട് എല്ലാ പുകഴും ഒരുവനൊക്കെ എന്ന് ഫുള്ള് കേട്ട് ഭയങ്കര ഹാപ്പിയായി പുള്ളി. പുള്ളിക്ക് സ്റ്റെപ്പും കിട്ടി, അതിഭയങ്കരമായ ലിറിക്സ് കിട്ടി, അതിഭയങ്കര ഒരു മ്യൂസിക് കിട്ടി. റഹ്മാൻ ചങ്ക് പറിച്ച് റഹ്മാനാണ് പാടിയിരിക്കണം.
റഹ്മാൻ അദ്ദേഹത്തിൻ്റെ ഫുൾ ഔട്ട്പുട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സോങ് ഇങ്ങോട്ട് തന്നു. അത് ഓപ്പണിംഗ് സോങ് ആണ്. ഓപ്പണിംഗ് സോങ്. വിജയ്ക്ക് 69 പടം വെച്ചിട്ട് പത്രക്കാരൻ ചോദിച്ചു, വിജയ് ഇപ്പോഴും പറയുന്നത് ഏറ്റവും പിടിച്ച പാട്ടെന്ന് എല്ലാ പൂഴും വരുന്നവർക്ക്. റഹ്മാൻ ഓസ്കർ വേദിയിൽ ഓസ്കർ കിട്ടി അനൗൺസ് ചെയ്തപ്പോൾ സ്റ്റേജിലേക്ക് ഓടി കയറി വരുമ്പോൾ 2 കൈ മേലേക്ക് പിടിച്ചിട്ട് എല്ലാ പൂഴും ഇരുവൻ ഒരുവനൊക്കെ എന്നും പറഞ്ഞാണ് റഹ്മാൻ ഓസ്കർ കിട്ടിയ വേദിയിൽ കയറിയത്. ഒരു പാട്ട് പോരെ? അതെ 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 പോരെ? ഇത് പാവപ്പെട്ട എന്നെ കൊണ്ടല്ലേ സാധിച്ചത്. ഇതൊക്കെയാണ് ഇതൊക്കെ ആ പാട്ട് ചെയ്യിക്കാൻ ശരിക്കും തുനിഞ്ഞത് താങ്കൾ തന്നെയാണ്. തീർച്ചയായിട്ടും. അതൊക്കെ ഇതൊന്നും നമ്മുടെ മെടുക്കില്ല. ബിയോണ്ട് അവർ കൺട്രോൾ എന്തോ ഒരു ശക്തിയുണ്ട്. നമ്മളിങ്ങനെ നയിക്കുന്നു, നമ്മളിങ്ങനെ പോകണം, നമ്മളിങ്ങനെ ചെയ്യുന്നു. അതല്ലേ ആ സിനിമയുടെ ഒരു തിയേറ്റർ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അത് ഞാൻ പിരമിഡ് സായി മേര എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അപ്പോൾ അത് 19 കോടി ബഡ്ജറ്റ് തുടങ്ങിയിട്ട് 21 കോടി രൂപയായി അതിന് കോസ്റ്റ്. അപ്പോൾ ഇവർ നല്ല ഒരു 5-6 കോടി രൂപ മാർജിൻ ഒരു 27 രൂപയ്ക്ക് അവർ വന്ന് ഔട്ട്റേറ്റ് നെഗറ്റീവ് സഹിതം ഔട്ട്റേറ്റ് കൊടുത്തിട്ട് അവരോട്ട് ഞാൻ പൈസ മേടിച്ച് അവിടെ ഇങ്ങനെ പോന്നു. അതാണ് എൻ്റെ കഥ. അതിനുശേഷം തമിഴ് ചെയ്തിട്ടുണ്ടോ? അതിനുശേഷം തമിഴ് ചെയ്യണമെങ്കിൽ എനിക്ക് വിജയനെ വിട്ടിട്ട് വേറൊരു ഹീറോയുടെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ല. കാരണം നമുക്കിപ്പോൾ ഒരു അല്ലെ പിന്നെ അങ്ങനത്തെ സബ്ജക്റ്റ് കിട്ടണം. പിന്നെ വിജയുടെ അടുത്തേക്ക് പോകുന്നതിന് കുഴപ്പമില്ല, ചെന്ന് ഇങ്ങനെ പോയാൽ വിജയ് വീണ്ടും തരും. പക്ഷേ ഈ 200 കോടി ശമ്പളം കൊടുക്കാൻ എൻ്റെ കയ്യിലില്ലല്ലോ. ശമ്പളം മാറിപ്പോയില്ലേ? നമുക്കിപ്പോൾ കുറച്ച് ചോദിച്ചാൽ 200 കോടി മേടിക്കുമ്പോൾ ഒരു 5 കോടി കുറച്ച് തരും. എന്നാലും 195 കൊടുക്കണ്ടേ? അത്രയും 7 ലക്ഷത്തിൽ താങ്കൾ തുടങ്ങിയതാണ്. ഇതിന് 7 ലക്ഷം കൊടുത്തു. അന്ന് 9 മേടിക്കുന്നത്. ഇപ്പോൾ 275 അത് മേടിക്കുന്നുണ്ട്. ഫുൾ വൈറ്റ് പണിയാണ്. അവർക്ക് എന്താ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അതിന് വേണം. അതിൻ്റെ പകുതിയുടെ പൈസ ആയിട്ട് നമുക്ക് സുഖമായിട്ട് ഇരുന്നൂടെ. എന്തിനാണ് നമ്മൾ സിനിമ പിടിച്ചിട്ട് ഈ വയസ്സാങ്കാലത്ത് ടെൻഷൻ എടുക്കുന്നത്? അതാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ വളരെ ദീർഘകാലം ഒരു 10-15 വർഷത്തിലേറെ കാലമുള്ള താങ്കളുടെ ഒരു സിനിമാ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ അവസാനമായിട്ട് താങ്കൾ ചെയ്ത സിനിമകളുടെ എണ്ണം താരതമ്യേന കുറവാണ്. ഇപ്പോഴത്തെ ഒരു സിനിമാ സ്വപ്നങ്ങൾ എങ്ങനെയാണ്? ഇപ്പോഴത്തെ ഒരു പുതിയ സിനിമ ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എൻ്റെ പ്രായത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കും. നമ്മുടെ മനസ്സൊക്കെ അങ്ങനെ അങ്ങോട്ട് കഥ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന സിനിമയുടെ നമ്മുടെ പേരല്ലേ വെക്കണത്. പ്രൊഡ്യൂസർ ബൈ അപ്പച്ചെന്ന് വെച്ചിട്ടാ ഇവരെന്തിനാ ഇങ്ങനത്തെ തോന്നിയ സിനിമകളൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ചോദിച്ചാലോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്നായിരിക്കും ഇപ്പോൾ ഉറപ്പായി. കാരണം അവരുടെയൊക്കെ മൈൻഡ് സെറ്റൊക്കെ മാറി വേറെ. അപ്പോൾ പിന്നെ കുറേ കാലത്തിന് ശേഷം പിന്നീട് ചെയ്തത് CBI 5 ദ ബ്രെയിൻ. കുഴപ്പമില്ലാണ്ട് പോയി. അത് ഈ അഴകിയ തമിഴ് മകന് ശേഷം പിന്നീട് അതാണോ വരുന്നത്? അതോ അതിനിടയിൽ കുറേ സിനിമകളുണ്ടോ? ഇല്ല. വേഷം ഒരു സിനിമ ചെയ്തല്ലോ. വേഷം പിന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുവരെയുള്ള ഈ ഒരു സിനിമാ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. ഇതിനിടയിൽ സിനിമ മാത്രമല്ല മറ്റു വ്യവസായ രംഗത്തും വളരെ സജീവമായിരുന്നു. ഇപ്പോൾ എങ്ങനെ പോകുന്നു ജീവിതം? ഒരു ഷോപ്പിംഗ് മാളും കൂടെ ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനുള്ളൊരു ഓട്ടത്തിലാണ്. അതാണ് ഇപ്പോൾ മനസ്സിൽ നിൽക്കുന്നത്. പിന്നെ കുടുംബം? എനിക്ക് 2 ആൺമക്കൾ. അവർ ഓരോരുത്തരും ഭാര്യമാർ, അവർക്ക് ഓരോ പെൺകുട്ടികൾ കേട്ടങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നത്. അവരൊക്കെ ബിസിനസ്സിൽ തന്നെയാണോ? അതെ, എൻ്റെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഒന്നിച്ച് തന്നെയാണ്. ഇനിയുള്ള ഒരു സിനിമാ മോഹം എങ്ങനെയാണ്? ഒരു സിനിമയും കൂടെ എടുത്ത് അവസാനിപ്പിക്കണമെന്നുണ്ട്. അത് നടക്കും തോന്നുന്നില്ല. അതങ്ങനെ ഇരിക്കുകയാണ്. അത് പറയാറായിട്ടില്ല. അതെന്തെങ്കിലും ഇത്രയും മോഹങ്ങൾ നടത്തില്ല. ചില മോഹങ്ങൾ നടക്കാണ്ട് നമ്മുടെ കൂട്ടത്തിലൊരു മോഹം വേണം. നടക്കാത്തൊരു സ്വപ്നം വേണമല്ലോ. അത് ചിലപ്പോൾ അങ്ങനെ ആയിക്കൂടായില്ല. ഇനി നടന്നിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് അതറിയാം. തീർച്ചയായിട്ടും. അപ്പോൾ വ്യക്തി ജീവിതത്തിൽ, പ്രൊഫഷണൽ ജീവിതത്തിലെല്ലാം സിനിമാ മേഖലയ്ക്ക് താങ്കൾ നൽകിയ സംഭാവനകൾ വളരെ വലിയ വിജയങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രചോദനാത്മകമായ കാര്യമാണ്. അപ്പോൾ ഈ സ്വർഗചിത്ര ഫിലിംസ് എന്നത്, സ്വർഗചിത്ര അപ്പച്ചൻ എന്ന വ്യക്തിയുടെ ജീവിതവും ഒരു വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ കൊണ്ടു നടക്കാവുന്ന അനുഭവങ്ങളാണ് താങ്കൾക്കുള്ളത്. സിനിമാ വ്യവസായത്തിലെ ഓരോ സുപ്രധാന വിജയങ്ങളും താങ്കൾ വലിയ രീതിയിൽ ആഘോഷിക്കുമ്പോൾ തന്നെ അതിൽ താങ്കളുടെ റോളിനെ വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ശ്രമിച്ചിട്ടില്ല എന്നത് എപ്പോഴും നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അതൊക്കെ അറിയാണ്ട് സംഭവിച്ചു പോണതല്ലേ, നമ്മുടെ മെടുക്കല്ലല്ലോ. അതെ, എങ്ങനെയോ സംഭവിച്ചു പോയതല്ലേ. അപ്പോൾ ഇതിനെല്ലാം വളരെ സംതൃപ്തിയോടുകൂടി നോക്കിക്കാണുന്ന ഒരാളാണ്. കയ്യൊപ്പിൽ ഇത്രയും നേരം വിശദമായി താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് പറയാൻ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നതിന് വളരെ സന്തോഷം. നന്ദി. താങ്ക് യു. നന്ദി. പ്രശസ്ത സിനിമാ നിർമ്മാതാവായ സ്വർഗചിത്ര അപ്പച്ചൻ തന്റെ സിനിമാ ജീവിതത്തിലെ വിശേഷങ്ങൾ ഫഹദ് റാസയുമായി പങ്കുവച്ചതിന്റെ അവസാന ഭാഗമാണ് നിങ്ങൾ കേട്ടത്. കയ്യൊപ്പ്.